നമസ്കാരം. ലാൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2025 അയർലൻഡ് ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ മിനിസ്റ്റർ ജാക്ക് ചേമ്പേഴ്സണും പബ്ലിക് എക്സ്പെൻഡിച്ചർ മിനിസ്റ്റർ ടോണി ഹ്യൂവും ചേർന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. പലരും ഇതിനെ ഒരു ജനപ്രിയ ബഡ്ജറ്റായി പറയുന്നുണ്ട്. എന്താണ് ഈ ബഡ്ജറ്റ് കൊണ്ട് സാധാരണക്കാർക്കുള്ള നേട്ടം? അയർലൻഡിലെ വിദേശ തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? പുതുതായി വീട് മേടിക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ആരോഗ്യമേഖലയിൽ ജോലി തേടി അയർലൻഡിലേക്ക് വരാൻ നോക്കുന്നവർക്ക് അതിനുള്ള സാധ്യത എന്തൊക്കെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ? ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചില പ്രധാന അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? ഒറ്റ നോട്ടത്തിൽ തന്നെ അടിപൊളി ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അയർലൻഡിൽ താമസിക്കുന്ന എല്ലാ വീട്ടുകാർക്കും 250 യൂറോയുടെ എനർജി ക്രെഡിറ്റ്. നിങ്ങൾ കൊടുക്കുന്ന വാടകയിൽ നിങ്ങൾക്ക് 1000 യൂറോ വരെ റെന്റ് ടാക്സായി തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഹെൽപ്പ് ടു ബൈ സ്കീം 2029 അവസാനം വരെ നവജാത ശിശുക്കൾക്ക് 420 യൂറോയുടെ ബേബി ബൂസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം മിനിമം വേജസ് മണിക്കൂറിന് 13.50 യൂറോ ആക്കി ഉയർത്തും. കൂടാതെ കാർബൺ ടാക്സ് 7.5 യൂറോ വർധനവുണ്ടാകും. മാത്രമല്ല ആരോഗ്യമേഖലയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനും ധാരണയായി. പ്രധാന പോയിന്റുകളൊക്കെ നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ തന്നെ ഒന്ന് വിശദമായി പരിശോധിക്കാം. ഈ ബഡ്ജറ്റ് ഒരു അടിപൊളി ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. എങ്കിലും പ്രവാസികളായ നമുക്ക് അത്യാവശ്യമുള്ള ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ വിശദീകരിക്കുന്നുള്ളൂ. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ചൈൽഡ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ 140 യൂറോ ആണ് ഒരു കുട്ടിക്ക് ഒരു മാസം അയർലൻഡിൽ ചൈൽഡ് ബെനിഫിറ്റായിട്ട് കിട്ടുന്നത്. അത് ഓരോ കുട്ടിക്കും അടുത്ത വർഷം 2 പേയ്മെൻറ്റുകൾ എക്സ്ട്രാ ആയി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി വരുന്ന മാസങ്ങളിൽ അത് കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് 140 യൂറോ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 280 യൂറോ വെച്ച് കിട്ടുന്നതായിരിക്കും. അതായത് 2 കുട്ടികളുള്ള ഒരു വീട്ടിൽ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി 560 യൂറോ കൂടുതലായി കിട്ടും. അതായത് ഈ ക്രിസ്മസിന് മുമ്പ് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഈ ഡബിൾ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബികൾക്ക് അത് 2025 ജനുവരി മുതൽ ജനിക്കുന്ന കുട്ടികൾക്കാണ് സാധാരണ ചൈൽഡ് ബെനിഫിറ്റായ 140 യൂറോ കൂടാതെ 280 യൂറോ അധികമായി നൽകുന്ന ഒരു പാക്കേജ് കൂടി വരുന്നുണ്ട്. പുതുതായി ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഏറെ ചിലവുകളാണ് നമുക്കുണ്ടാകാറുള്ളത്. അതിനൊക്കെ ഈ മണി നമുക്ക് ആശ്വാസം തന്നെയാണ്. മറ്റൊരു പ്രധാന പ്രഖ്യാപനം 250 യൂറോയുടെ എനർജി ഗ്രാൻഡാണ്. അത് 125 യൂറോ വെച്ച് 2 പ്രാവശ്യമായിട്ട് നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ പ്രഖ്യാപനങ്ങളൊന്നും അവർ ലേറ്റാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിസംബറിലും അതുപോലെ തന്നെ 2025 ആദ്യ മാസങ്ങളിലും അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് റെൻ്റൽ ടാക്സ് ക്രെഡിറ്റ് ആണ്. നേരത്തെ അത് 1500 യൂറോ ആയിരുന്നു. അതായത് 750 രൂപ വെച്ച് ജോയിൻ്റ് അസൈൻമെൻറ്റ് ചെയ്യുന്ന 2 പേർക്ക് അങ്ങനെ 1500 ആയിരുന്നു നേരത്തെ കിട്ടിയിരുന്നതെങ്കിൽ അടുത്ത വർഷം മുതൽ ഒരു ഫാമിലിക്ക് അത് 2000 ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 500 യൂറോയുടെ അധിക ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ സിംഗിളായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1000 യൂറോ വരെ റെൻ്റൽ ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും. എന്തുകൊണ്ടും ഇത് റെൻറ്റിന് വീടെടുത്ത് താമസിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് ഈ വാടകയൊക്കെ കൂടുതലായി നിൽക്കുന്ന ഈ സമയത്ത്. അടുത്തത് നമുക്ക് ടാക്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. USC അഥവാ യൂണിവേഴ്സൽ സോഷ്യൽ ചാർജ് നേരത്തെ ഇത് 4% ആയിരുന്നു. ഇപ്പോൾ 3% കുറച്ചു എന്നുള്ളതാണ്. 27,382 യൂറോ മുതൽ 70,844 വരെ ഉള്ള ഇൻകം ബാൻഡിൽ ആളുകൾ കൊടുക്കുന്ന യൂണിവേഴ്സൽ സോഷ്യൽ ചാർജ് 4% ആയിരുന്നു. അതാണ് ഇപ്പോൾ 3% കുറച്ചത്. അങ്ങനെ നല്ലൊരു തുക നമ്മുടെ കയ്യിലേക്ക് വരുന്നതായിരിക്കും. അടുത്തത് സ്റ്റാൻഡേർഡ് റേറ്റ് ത്രെഷോൾഡ് കൂട്ടിയിട്ടുണ്ട്. 20% ടാക്സ് കൊടുക്കുന്ന ഒരു പരിധി എമൗണ്ട് നേരത്തെ ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ
42,000 യൂറോ വരെ ആയിരുന്നു. ഇപ്പോഴത് 44,000 ആക്കിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ സ്പൗസ് കൂടെയുണ്ട് എങ്കിൽ, അതിൽ ഒരാളെ ജോലി ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിന് 53,000 വരെയുള്ള വരുമാനത്തിൻ്റെ 20% അടച്ചാൽ മതി. നേരത്തെ ഇത് 51,000 ആയിരുന്നു. ഇനി നിങ്ങൾ മാരീഡാണ്, രണ്ടുപേർക്കും ഇൻകം ഉണ്ട് എങ്കിൽ 88,000 വരെയുള്ള ഇൻകത്തിന് 20% ടാക്സ് അടച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഉപയോഗമുള്ള ചില ടാക്സ് ക്രെഡിറ്റുകൾ ഒന്ന് പരിശോധിക്കാം. പേഴ്സണൽ ടാക്സ് ക്രെഡിറ്റ് 125 യൂറോ കൂടുതലാക്കിയിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് 250 യൂറോ വരെ ഈ ഇനത്തിൽ സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസ് ടാക്സ് ക്രെഡിറ്റും 125 യൂറോ വച്ച് കൂടിയിട്ടുണ്ട്. അടുത്തത് ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് ടാക്സ് ക്രെഡിറ്റ് ആണ്. ഇതിലും 60 യൂറോയുടെ വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടാക്സ് ക്രെഡിറ്റ് ആയിരുന്നു ഹോം കെയർ, 150 യൂറോ കൂട്ടിയിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരാൾ ജോലി ചെയ്യുകയും മറ്റേയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അതായത് കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു ടാക്സ് ക്രെഡിറ്റ് ആണ്. അവർക്കാണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനോടൊപ്പം 150 യൂറോ കൂടി കൂടുതൽ കിട്ടുന്നത്. സോഷ്യൽ ബെനിഫിറ്റുകളിൽ ഒരു 15 യൂറോ കൂടി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് വാങ്ങുന്നവർക്കുള്ള ചില ബെനിഫിറ്റുകളാണ് ഹെൽപ്പ് ടു ബൈ സ്കീം. അത് 2029 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. അതായത് ബ്രാൻഡ് ന്യൂ വീടുകൾ വാങ്ങുന്നവർക്ക് 30,000 യൂറോ അവരുടെ വീടിൻ്റെ ടോട്ടൽ വിലയിൽ നിന്നും കുറച്ചു കൊടുക്കുന്ന ഒരു സ്കീമാണ്. അത് നീട്ടുക വഴി പുതിയ വീടുകൾ വാങ്ങുന്ന ഒരുപാട് പേർക്ക് ഇനിയും ആ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വീണ്ടും സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ ഹോട്ട് മീൽ അഥവാ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീം മൊത്തം അയർലൻഡിലേക്ക് വ്യാപിക്കാനുള്ള തീരുമാനങ്ങളായി. ഇപ്പോൾ ഇത് കുറേ സ്ഥലത്ത് നിലവിലുണ്ട്. ഇതുപോലെ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീനിയർ സെക്കൻഡറി സ്കൂളുകളിലെ കുട്ടികൾക്കും ഫ്രീ ബുക്സിൻ്റെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് 1000 മുതൽ 1500 യൂറോ വരെ സ്റ്റുഡൻറ്റ് ഫീസ് റിഡക്ഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൾഡ് ഏജ് പെൻഷൻ വാങ്ങുന്നവർക്ക് 12 യൂറോ വരെ ആഴ്ചയിൽ കൂടുന്നതായിരിക്കും. വർഷത്തിൽ നോക്കുകയാണെങ്കിൽ 624 യൂറോ കൂടുതൽ പെൻഷൻ വകയിൽ അവർക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത വളരെ നല്ല ഒരു നിർദ്ദേശമാണ് അയർലൻഡിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പെൻഷൻ കൊടുക്കുക എന്നുള്ളത്. 2025 സെപ്റ്റംബർ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ അനന്തരാവകാശികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്, അത് വീടായിക്കൊള്ളട്ടെ സമ്പാദ്യമായിക്കൊള്ളട്ടെ, നേരത്തെ ഇത് 3,60,000 യൂറോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 4 ലക്ഷം യൂറോ വരെ ആക്കിയിട്ടുണ്ട്. അതിന് മുകളിലോട്ടുള്ള വാല്യൂവിൻ്റെ 33% ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതും ആയിരിക്കും. അതായത് നിങ്ങളുടെ മകനൊരു വീട് അല്ലെ മകൾക്കൊരു വീട് കൊടുക്കുന്നു, വീടിൻ്റെ വാല്യൂ 5 ലക്ഷം ആണെങ്കിൽ അത് 4 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ കൊടുക്കാം. ബാക്കി 1 ലക്ഷത്തിന് അതിൻ്റെ 33% ടാക്സ് ആയി കൊടുക്കേണ്ടി വരും. ഇതാണ് അയർലൻഡിലെ നിയമം. ഇത് വളരെ കൃത്യമായി അവർ പിടിച്ചെടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. എന്തുകൊണ്ടും അയർലൻഡിൽ ജോലി ചെയ്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ബജറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.